ഹാഷ്മി, എന്തായാലും ഈ എക്സ്കവേറ്റർ എത്തി അത് വലിയൊരു മാറ്റം ഈ തെരച്ചിൽ ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നു. 60 അടി താഴേക്ക് ആന തുമ്പിക്കൈ എങ്ങനെ ഉപയോഗിക്കുന്നു ആ രീതിയിൽ എത്തി തെരച്ചിൽ നടത്താം എന്ന ഒരു സവിശേഷതയുണ്ട്. ഈ എക്സ്കവേറ്റർ എത്തുമ്പോൾ അതുപയോഗിച്ചുള്ള ഈ രക്ഷാപ്രവർത്തനം അത് തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ചെങ്ങാവാലി പുഴക്കരയിൽ ഈ സംഭവം നടക്കുന്ന ആ സ്ഥലത്തേക്ക് എക്സ്കവേറ്റർ, ഈ സൈന എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ബൂം എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് അതിന് കഴിയുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതിന്റെ ആ നീളൻ കൈകൾ പതുക്കെ ആ പുഴയുടെ എന്താണ് പുഴ തുടങ്ങുന്ന ഭാഗത്തേക്ക് പതിയെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പക്ഷേ നീളത്തിൽ നമ്മുടെ ലക്ഷ്യം ആ നടുക്ക് കാണുന്ന വലിയ മൺകൂനയാണ്. ആ മൺകൂനയിലേക്ക് എക്സ്കവേറ്ററിന്റെ 60 അടി നീളത്തിലുള്ള നീളം കയറ്റുന്നത്. എന്തായാലും ഈ എക്സ്കവേറ്ററുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ക്രിസ്റ്റീന. ഈ എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നു. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഈ നദിക്കടിയിലെ കൊടിയ അതിഭീകരമായ കുത്തൊഴുക്ക് നേവിയുടെ ഡൈവർ സംഘത്തിന് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല. ചെറുതല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഈ ഡൈവിംഗ്, അവരുടെ രീതി ഡൈവിംഗ് ആണ്. ഡൈവിംഗ് ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി നടന്നില്ല എന്ന് തന്നെ പറയണം. ഈ ദിവസങ്ങളിലൊക്കെ അത്രത്തോളം വലിയ കുത്തൊഴുക്കാണ്. മാത്രമല്ല അവരത്തരത്തിൽ ഡൈവ് ചെയ്തിട്ടുണ്ടല്ല, ഒരുപക്ഷെ അവരുടെ തന്നെ ജീവൻ പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള വലിയ നമ്മുടെ നദികളിൽ കാണുന്ന കുത്തൊഴുക്ക് പോലുള്ള കുത്തൊഴുക്കല്ല എന്നാണ് അവർ പറയുന്നത്. അതിഭീകരമായ കുത്തൊഴുക്കാണ്. അപ്പൊ അത് കാരണം എന്തായാലും നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടന്നിട്ടില്ല. അപ്പൊ നദിയിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്കാണ് നമ്മുടെ ഈ എക്സ്കവേറ്റർ അത്യന്താപേക്ഷിതമായി വരുന്നത്. കാർവാർ MLA എന്തായാലും ഏറ്റവും ഉചിതമായ സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ട് അദ്ദേഹത്തിന് മുൻകൈ അത് കൊണ്ടുവന്നത് എന്തുകൊണ്ടും ഈ രക്ഷാദൗത്യത്തിന് വലിയ ഒരു പുഷ് കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അതിന്റെ എക്സ്കവേറ്ററിന്റെ രണ്ട് കൈകൾ, എക്സ്കവേറ്ററിന്റെ ആദ്യം ഒരു ചെറുഭാഗമുണ്ട്. ആ ചെറുഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ 60 അടി നീളമുള്ള ഈ യന്ത്രക്കൈ, അതിന് അറ്റത്ത് വലിയ ബക്കറ്റ്, വലിയ യന്ത്ര ബക്കറ്റാണ്. ആ ബക്കറ്റ് കൊണ്ട് അവിടുന്ന് പൊങ്ങിപ്പോയി ഈ മൺകൂനയിലേക്ക് പോയി അതിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അല്പസമയത്തിനകം ഇതിന്റെ നീളം കൈ ആ മൺകൂന ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ പുഴയുടെ ഇങ്ങേക്കരയിൽ നോക്കുമ്പോൾ നമുക്കൊരു സ്വാഭാവികം ഉണ്ടാകുന്ന സംശയം, ഈ അത്രത്തോളം നീളം ഈ യന്ത്രക്കൈക്ക് ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് വ്യക്തിപരമായി തോന്നുന്നുണ്ട് കൃഷ്ണൻ. അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നലാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ നീടാനുള്ള കഴിവ് അതിന്റെ യന്ത്രക്കൈകൾക്കുണ്ടാകും. ആ കരയിൽ നിന്ന് ഏതാണ്ട് പുഴയുടെ ഒത്ത മധ്യത്തിലായിട്ടാണ് നമ്മൾ കാണുന്ന ഈ മൺകൂന. അത് പുഴയുടെ ഏകദേശം ഒരു 30 അടി താഴത്തിൽ ആഴ്ചയിലെങ്കിലും ആ മണ്ണ് ഇങ്ങനെ നിറഞ്ഞാണ്, ആ മണ്ണ് നിറഞ്ഞാണ് ഇപ്പോൾ ആ പുഴയ്ക്ക് മുകളിലേക്ക് ഒരാൾ പൊക്കത്തിലും ദ്വീപ് പോലെ നിൽക്കുന്നത്. അവിടെയാണ് ലക്ഷ്യസ്ഥാനം. അവിടെയാണ് നമ്മൾ ഈ റഡാറും സോണാർ സിഗ്നലും കണ്ടത്. അങ്ങോട്ടേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രക്ഷാദൗത്യം ഒന്നും വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സംവിധാനം വിജയകരമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകരമാകും എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴും പ്രതീക്ഷ. കാലാവസ്ഥ നന്നായി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നിപ്പോ കാര്യമായ വലിയ മഴ പെയ്തില്ല. അല്പസമയം മുമ്പ് ചെറിയൊരു വെയിൽ വരികയും ചെയ്തു. പക്ഷെ അന്തരീക്ഷം ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുന്നെങ്കിൽ കൂടിയും രക്ഷാദൗത്യത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അധികം വൈകാതെ തന്നെ ഈ സേന എക്സ്കവേറ്റർ കൊണ്ടുള്ള തെരച്ചിൽ തുടങ്ങും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഈ സമയം അത്രയും ഈ ഗംഗാവാലി പുഴയിൽ നേവിയുടെ ഡിങ്കി ബോട്ടുകൾ ഉണ്ടായിരുന്നു. അവർ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ സമയം അത്രയും പരിശോധന നടത്തുക തന്നെയായിരുന്നു. ഇടയ്ക്ക് പുഴയിലെ ഒഴുക്ക് വല്ലാതെ ക്രമാതീതമായി നമ്മളോട് നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ക്രമാതീതമായി ഒഴുക്ക് കൂടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ മാത്രമാണ് ആ ഡിങ്കി ബോട്ടുകൾ കരയിലേക്ക് മാറിയത്. അല്ലെങ്കിൽ അതിനു മുമ്പും അതിനുശേഷവും നേവിയുടെ ഡിങ്കി ബോട്ടുകൾ ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഈ പുഴക്കരയിൽ തുടരുക തന്നെയായിരുന്നു. അല്പസമയം മുൻപാണ് അവിടെ നിന്ന് നമ്മുടെ ഈ സംവിധാനം, ഈ കാർവാർ MLA ഏർപ്പാടാക്കിയ ഈ 60 അടി ബൂം നീളമുള്ള ഈ എക്സ്കവേറ്റർ, ഈ പ്രൊക്ലൈനർ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനടുത്തേക്ക് വലിയ ടിപ്പർ ലോറികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്മീഡിയറ്റ് ഉള്ള പുഴയുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കരയിൽ നിന്ന് മണ്ണ് വാരി തുടങ്ങുന്നു ഈ എക്സ്കവേറ്റർ എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ കൃഷ്ണ. എന്ന് പറഞ്ഞാൽ കരയും പുഴയുമായി ചേരുന്ന ഭാഗത്ത്, ആ ഗംഗണ്ണന്റെ ലക്ഷ്മണന്റെ കടയുമായി ചേർന്ന ഭാഗത്ത് ഈ വണ്ടി ഉണ്ട് എന്നൊരു സംശയം ചിലർ പറയുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇന്ന് രാവിലെ കരയിലെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് വൈൻഡപ്പായി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഇന്ന് രാവിലെ കണ്ട ആകാശ ദൃശ്യങ്ങളിൽ അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പരിശോധന നമ്മൾ അവിടെ കണ്ടിരുന്നതാണ്. ഇപ്പൊ അതിന്റെ തുടർച്ചയിൽ ഇപ്പൊ അവിടെ ആ കരയോട് ചേർന്ന ഭാഗത്ത് നമ്മുടെ ഈ എക്സ്കവേറ്റർ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അതിപ്രധാനം ഈ മൺകൂന പരിശോധിക്കൽ തന്നെയാണ്. മൺകൂന പരിശോധിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു അതിന്റെ ഈ പുഴ കരയുമായി ചേരുന്ന ഭാഗം മണ്ണിങ്ങനെ മലമുകളിൽ ഇടിഞ്ഞു വീണ അതിന്റെ ചെരുവിൽ നിൽക്കുന്ന ആ സ്ഥലത്ത്
ഒരു പരിശോധന വേണമെന്ന് ഈ രക്ഷാദൗത്യ പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ മേഖലയിലെ മണ്ണ് പതിയെ മാറ്റി തുടങ്ങുന്നുണ്ട്. അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് രാവിലെ ഒരു പരിശോധന നടത്തുന്നത് ഇനി അതിന്റെ തുടർച്ചയിൽ വല്ലതുമാണോ അവിടുത്തെ പരിശോധന എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ കരയിലെ രക്ഷാപ്രവർത്തനം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയതാണെങ്കിൽ കൂടിയും നമ്മൾ ഇന്ന് രാവിലെ ആകാശ ദൃശ്യങ്ങൾ കണ്ടതാണത്. ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴി ആഴത്തിൽ കുഴിച്ചുകൊണ്ട് ഡിറ്റക്ടർ അതിലേക്ക് ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയൊക്കെ ഇന്ന് രാവിലെയും നമ്മൾ കണ്ടിരുന്നതാണ്. ഒരു കാര്യം ഉറപ്പായും പറയാം, നമ്മൾ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പരാതിപ്പെട്ട നമ്മൾ കണ്ട ഈ ദൗത്യത്തിലൊരു മാന്യം എന്തായാലും ഈ ദിവസങ്ങളിൽ ഉറപ്പായും ഇല്ല. നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ സജീവമായി ഇത് കണ്ടെത്തിയേ മതിയാകൂ എന്ന ഒരു ഇച്ഛാശക്തിയോടുകൂടി കര നാവികസേന സംഘങ്ങൾ സംയുക്തമായി തെരച്ചിൽ നടന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട്. ഇനിയുള്ള പ്രതീക്ഷ ഈ പറയുന്ന ബൂം എക്സ്കവേറ്ററിലാണ്. ഈ ബൂം എക്സ്കവേറ്റർ എന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ നൽകും എന്ന് പറഞ്ഞാൽ ഒരു ശുഭവാർത്ത എന്നിനി പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് സത്യമായും അറിയില്ല കൃഷ്ണ. എങ്കിൽ കൂടിയും ഒരു റിസൾട്ട് ഇന്നിപ്പോൾ രാവിലെ കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഒരു ശുഭവാർത്ത എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു റിസൾട്ട് ഓറിയന്റഡ് പ്രവർത്തനം ഈ ബൂം എക്സ്കവേറ്റർ കാഴ്ചവെക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. കരയോട് ചേർന്ന ഭാഗത്തെ മണ്ണ് ഇപ്പോൾ നീക്കി തുടങ്ങിയിരിക്കുന്നു ആ എക്സ്കവേറ്റർ. അതിനുശേഷം കരയോട് ശേഷത്തെ മണ്ണ് പരിശോധനയ്ക്ക് ശേഷമാകും ഈ പുഴയുടെ ഒത്ത ഭാഗത്തായി നിൽക്കുന്ന മൺകൂനയിലേക്ക് അതിന്റെ തിരച്ചിൽ നീങ്ങുക. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ആ ഡ്രോൺ സംവിധാനം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുക. അപ്പോഴാകുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. കാര്യം ഈ പുഴയ്ക്കടിയിൽ ഏതാണ്ട് സീറോ വിസിബിലിറ്റിയിൽ സോണാർ സംവിധാനവും നേവിയുടെ ഡൈവർ സംഘമൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതായിരുന്നില്ല. ഇന്ന് വൈകിട്ടോടുകൂടി എത്തിച്ചേരുന്ന ആ ഡ്രോൺ സംവിധാനം 20 അടി ആഴത്തിലുള്ള ഈ പുഴയുടെ റിവർ ബെഡിലുള്ള സംവിധാനങ്ങളെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം കൂടി വരുമ്പോൾ ഈ മണ്ണിന്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകൾ കൂടി കുറച്ചുകൂടി വ്യക്തമായി കാണാം. അങ്ങനെ എല്ലാ സംവിധാനം കൂടി സത്യം പറഞ്ഞാൽ ചേർന്ന് ഇന്നാണ് കൃഷി നമ്മൾ ഈ 9 ദിവസം എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന സാങ്കേതിക സംവിധാനം ആൾബലം എല്ലാം കൂടി സംയോജിക്കുന്ന ദിവസം ഈ 9ാം ദിവസമാണ്. ഈ 9ാം ദിവസത്തിൽ അങ്ങനെ അത്തരത്തിൽ ആൾബലവും സാങ്കേതിക സംവിധാനങ്ങളും യന്ത്ര സാമഗ്രികളും കൂടി സംയോജിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് ഇന്ന് ഈ പുഴയിൽ നൽകാൻ കഴിയും എന്നത് തന്നെയാണ് പ്രതീക്ഷ. ക്രിസ്റ്റീന.